ശ്യാം പ്രസാദ് ഉത്തമൻ. ശ്യാം, ഇപ്പോൾ വാഹനം പുറത്തേക്ക്, അത് CM-ന്റെ വാഹനമാണ് എന്ന് തോന്നുന്നു. കേരള സെറ്റ് 1 എന്നാണ് ഒടുവിലത്തെ ഫ്രെയിമിൽ കണ്ടത്. മഴ നന്നായി പെയ്യുകയാണ്. ക്രമീകരണങ്ങളെക്കുറിച്ച് നേതാക്കൾ എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടോ പുതുതായി? കാരണം ഇങ്ങനെ നീണ്ടുപോകുന്നത് കൊണ്ടും ഇത്രയേറെ ആളുകൾ എത്തുന്നത് കൊണ്ടും അല്പം കൂടി സമയം റിക്രിയേഷൻ ഗ്രൗണ്ട് ഉണ്ടാകുമോ? എങ്ങനെയാണ് വിവരങ്ങൾ പുതിയത്? രതീഷ, ഇപ്പോഴും അണമുറിയാത്ത വലിയൊരു ജനസഞ്ചയമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ ജനസഞ്ചയം എപ്പോൾ കഴിയും എന്ന് അറിയാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ അവസാനത്തെ ആളും തങ്ങളുടെ ഹൃദയാഭിവാദ്യം അർപ്പിച്ച ശേഷം മാത്രമേ ഇവിടെ നിന്ന് VS-ന്റെ മൃതദേഹം പുറത്തേക്ക് ഇറക്കുകയുള്ളൂ, വലിയ ചുടുകാട്ടിലേക്ക് സംസ്കാരത്തിനായി കൊണ്ടുപോവുകയുള്ളൂ. ഇവിടെ വലിയൊരു ജനസഞ്ചയം, അത് ഇന്നലെ മുതൽ എത്തിയവരുണ്ട്, ഇന്ന് രാവിലെ എത്തിയവരുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന്, അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നായി എത്തിയ ആളുകൾ, അങ്ങ് മലമ്പുഴയിൽ നിന്ന് പോലും എത്തിയ ഒരുപാട് പേർ ഇവിടെയുണ്ട്. അവർക്കെല്ലാവർക്കും അവസാനമായി VS-ന് ഹൃദയാഭിവാദ്യം അർപ്പിക്കാനുള്ള ഒരു അവസരം ലഭിച്ച ശേഷം എടുക്കുകയുള്ളൂ എന്നാണ് സജി ചെറിയാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും നമുക്കറിയാം വലിയ മഴ ഇവിടെ പെയ്യുകയാണ്. ഒരുപക്ഷെ ആലപ്പുഴ കരയുകയാണ്, തേങ്ങുകയാണെന്ന് പറയാം. ആ തേങ്ങലേറ്റ് വാങ്ങിക്കൊണ്ട് പ്രവർത്തകർ ആ VS എന്ന രണ്ടക്ഷരത്തിൽ നിന്ന് ഹൃദയാഭിവാദ്യം അർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ചങ്കില് താരകമേ എന്ന് ചേർത്ത് വിളിച്ചുകൊണ്ട് അവർ ഹൃദയാഭിവാദ്യം നേരുകയാണ്. കണ്ണിലും കരളിലും ഒരു സൂര്യൻ മാത്രം ഉദിച്ചു നിന്നപ്പോൾ ആ മനുഷ്യൻ വീട്ടിലേക്ക് വന്ന് അണയുകയാണ്. ആ വന്നണയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ VS-നെ ഇരുകൈകളോടും ഹൃദയാഭിവാദ്യങ്ങളുടെ മുദ്രാവാക്യങ്ങളിലൂടെ ഏറ്റുവാങ്ങി അവസാനത്തെ യാത്ര അതിമനോഹരമാക്കുകയാണ് VS-ന്റെ പ്രിയപ്പെട്ട സഖാക്കൾ. ഇത് എപ്പോൾ തീരും എന്നത് നമുക്കും പറയാൻ കഴിയുകയില്ല. വലിയൊരു നില തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി എത്തിയ ആളുകൾ, അത് കൊച്ചുകുട്ടി മുതൽ ഇവിടെയുണ്ട്. പക്ഷേ അവർക്ക് VS ആര് എന്ന് ചോദിച്ചാൽ കൃത്യമായൊരു ഉത്തരം പറയാൻ കഴിയുകയില്ല. ഒരുപക്ഷെ നാളെ ഈ VS-നെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ VS-നെ കുറിച്ച് പഠിക്കുമ്പോൾ അവർ പറയും, ആ VS-ന്റെ ആ വിലാപയാത്രയിൽ ഞാനും പങ്കുചേർന്നിരുന്നുവെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. അങ്ങനെയുള്ള ഒരുപാട് പേർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തലമുറ വ്യത്യാസമില്ലാതെ വലിയ അമ്മമാർ, അങ്ങനെ ഒരുപാട് പേർ, തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാവാണ് സ്വാഭാവികമായിട്ടും ആ നേതാവിന് ഹൃദയാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേർ ഇവിടെ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. VS-ഉമായിട്ടുള്ള ഒരു VS എത്രത്തോളം നിങ്ങളുടെ ഹൃദയത്തിൽ? VS കമ്മ്യൂണിസത്തിന്റെ എന്താ പറയുന്ന ആപാലവൃത്തം ജനങ്ങൾക്കും ആരാധ്യനായ ഒരു നേതാവ്. ഇതുപോലൊരു നേതാവ് ഒരിക്കലും ഉണ്ടാകില്ലെന്ന് തന്നെ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയൊരു നേതാവ് ഇനി ഉണ്ടാകുകയില്ല എന്ന് തന്നെയാണ് ഏവരും പറയുന്നത്. എങ്ങനെയാണ് VS എങ്ങനെയാണ് ഹൃദയത്തിൽ കയറിയത്? VS എൻ്റെ കൊച്ചുനാൾ മുതൽ എൻ്റെ നെഞ്ചിൽ കൂടെ എത്തിയ ആളാണ്. എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത പ്രിയങ്കരനായ നേതാവാണ്. ഒരുപാട് സങ്കടവും ഒരുപാട് വിഷമങ്ങളും ഉണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എൻ്റെ മനസ്സിൽ എൻ്റെ ജീവനുള്ള കാലം മറക്കാൻ പറ്റാത്ത അതുല്യനായ, സത്യസന്ധനായ, അനുഷ്ഠനായ ഒരു നേതാവായിരിക്കും. അദ്ദേഹത്തെ ഒരിക്കലും ഞാൻ മറക്കാം. എവിടെ നിന്നാ വരുന്നത്? ഞാൻ ആലപ്പുഴ ടൗണിൽ നിന്നാണ്. എൻ്റെ വീട് ആലപ്പുഴ ചുണ്ടമാണ്. നേരിട്ട് പരിചയമൊക്കെ ഉണ്ട്? നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. സമുന്നതനായ നേതാവാണ്, അതിലൊരിക്കലും മറക്കത്തില്ല. തീർച്ചയായിട്ടും ആലപ്പുഴക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ സ്വന്തം വീട് കണ്ണൂരാണ്. ഞാൻ ഡോക്ടറാണ്. ആരോഗ്യവകുപ്പിൽ 25 വർഷം ജോലി ചെയ്ത് അനസ്തേഷ്യ ഡോക്ടറാണ്. WNC ആശുപത്രിയിലാണ് ജോലി ചെയ്തത്. അപ്പം VS-നോട് വളരെ ആരാധനയും ബഹുമാനമുണ്ട്. പിന്നെ ഞാൻ കണ്ണൂരായതുകൊണ്ട് AKG മരിച്ചപ്പോൾ ഉണ്ടായിരുന്നു, EMS മരിച്ചപ്പോൾ ഞാൻ PG തിരുവനന്തപുരമായിരുന്നു. അപ്പം VS-നെ ഒന്ന് കാണണം അതിയായ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ വന്നതാണ്. ഇവിടെ വരുമ്പോൾ വലിയൊരു ജനസാഗരമാണല്ലോ, വലിയ ജനസാഗരം തന്നെയാണ്. അത് ജനഹൃദയങ്ങളിൽ എന്ന് വളരെ ഒരു ഉജ്ജ്വല നക്ഷത്രമായി നിൽക്കുന്ന ഒരു നേതാവാണ്. കാരണം ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു അടിസ്ഥാന വർഗത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ്. ഞാൻ എന്നെ പറ്റി വ്യക്തിപരം പറഞ്ഞാൽ ഞാൻ ഒരു വീടുത്തൊഴിലാളിയുടെ മോനാണ്. കണ്ണൂർ ജില്ലയിൽ നിന്ന് എൻട്രൻസ് എഴുതിയിട്ട് കേരള NSPD തൊഴിലാളിയുടെ മോനാണ്. നമ്മള് അച്ഛൻ 48-ല് അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആളായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളായിരുന്നു. അപ്പൊ അന്ന് മുതൽ നമ്മുടെ രക്തത്തിൽ ആ ഒരു പ്രസ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് ഈ സാധാരണക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് VS-നെ കാണണമെന്നൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ തീർച്ചയായിട്ടും ഒരു ഡോക്ടറാണ് അദ്ദേഹം. സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് തൊഴിലാളികൾക്കൊപ്പം നിന്ന് മുദ്രാവാക്യം വിളിച്ച് VS-ന് ഹൃദയാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മടങ്ങുകയാണ്.